പ്രതിഷേധങ്ങളിരമ്പട്ടെ ആളിക്കത്തിപ്പടരട്ടെ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് തൃശൂർ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഭിന്നശേഷിക്കാരിയായ പണ്ടു സിന്ധുവിന് നേരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും നടത്തുന്ന പീഡനത്തെക്കുറിച്ച് നേരത്തെ മെട്രോ പോസ്റ്റ് വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഭിന്നശേഷി കൂട്ടായ്മയായ ഡിഫറന്റ്ലി ഏബിൾഡ് എംപ്ലോയീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ ധർണയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓഫീസിന് മുമ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ മുൻ KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നടക്കുന്ന ഈ പ്രതിഷേധ ധർണ കൂടാതെ ശക്തമായി പ്രതിഷേധം നീട്ടാനുള്ള നീക്കങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇത്രമാത്രം ഹീനമായിട്ടുള്ളൊരു പ്രവർത്തനം നമ്മുടെ ചരിത്രത്തിന്റെ താളുകളിൽ തന്നെ വളരെ വിരളായിരിക്കും. ഒരു ഭിന്നശേഷിക്കാരി, പലതരം ഭിന്നശേഷിക്കാരെ നമ്മൾ സർവീസിൽ പ്രവേശിക്കുന്നവരെ കാണാറുണ്ട്. കയ്യിന് ഭിന്നശേഷിയുള്ളവർ, കാലിന് ഭിന്നശേഷിയുള്ളവർ. ഇത് 70% ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വനിത. ആ വനിതയ്ക്ക് പോലും ഒരു നീതി ലഭിക്കുന്നില്ല നമ്മുടെ ഈ നിയമസംഹിതയ്ക്കകത്ത് എന്ന് പറയുന്നത് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ധാരാളം നിയമങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതുണ്ട്. ഇവിടെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ മൃഗീയ ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഭരണം കൊണ്ടുപോകാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. അതിന് കൂട്ടുനിൽക്കാത്തവരൊരാളെപ്പോലും ഞങ്ങളുടെ ഭരണത്തിൽ ഞങ്ങളോടൊപ്പം നിർത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഒരു ഏറ്റുപറച്ചിലാണ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാബാലൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സഹകരണ വകുപ്പിൻ്റെ ഓൺലൈൻ നിയമനങ്ങൾ റദ്ദ് ചെയ്തതായിട്ട് വാർത്ത കണ്ടു. പുതിയ രജിസ്ട്രാർ ചാർജ് എടുത്ത് റദ്ദ് ചെയ്തു. അവിടെ കാരണം തന്നെയാണ് സഹകരണ സ്ഥാപനങ്ങളിൽ അവരുടെ പാർട്ടിക്കാർ ഭരിക്കുന്നിടത്ത് അവരുടെ പാർട്ടിക്കാരെ കൊണ്ട് മാത്രം അന്വേഷണം നടത്താനും ഓഡിറ്റ് നടത്താനുമുള്ള അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി. അപ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയമായി മാത്രം സംരക്ഷണം കൊടുക്കുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഇല്ലാതെ പോവാണ്. നമുക്കറിയാം, ഒരു ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടത് ന്യൂനപക്ഷങ്ങളെയാണ്, ഭൂരിപക്ഷത്തിനെ അല്ല. ഇവിടെ നേരെ മറിച്ചാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയാത്തൊരു സ്ഥിതി എല്ലാ മേഖലയിലും ഉയർത്തിക്കൊണ്ടുവരാൻ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യത്തിനും ശ്രമിക്കുകയാണ്. അതിന് ഒടുവിലത്തെ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ ഈ സിന്ധുവിൻ്റെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ കാര്യത്തിലെടുക്കാം. ഇതൊരു ചെറിയ സമരം കൊണ്ട് കോൺഗ്രസ് അവസാനിപ്പിക്കില്ല. ഇതിന് നീതി ലഭിക്കുന്നത് വരെ സിന്ധുവിനോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പ് പറയുകയാണ്. അത് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങൾ പാർട്ടിയുമായിട്ട് ആലോചിച്ച് ഏത് തലത്തിലാണ് ഇതിൻ്റെ സമരങ്ങളും ബാക്കിയുള്ള പ്രക്ഷോഭങ്ങളും കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. അവരെ ഇന്നലെ മിഞ്ഞാന്ന് അവർ ധാരണ ഉണ്ടായിരുന്നു. അവരെ വർഗീസിനെ വിളിച്ചിരുന്നു, വർഗീസിനെ സംസാരിച്ചിരുന്നു. വർഗീസിനോട് അവരുടെ സെപ്പറേറ്റായിട്ട് നടത്തുന്നത് എല്ലാവരോടും ഒരുമിച്ച് വേണ്ട, നമുക്ക് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്നായി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മിഞ്ഞാന്ന് സമരം നടത്താനുണ്ടായ കാരണം. ഞങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടിലല്ല. ഇതൊരു പാവപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കേണ്ട നീതി ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നതിനുള്ളതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കോൺഗ്രസിന്റെ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റയത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ ധർണയിൽ ഷാറ്റോ കുര്യൻ, റീന ഫ്രാൻസിസ്, ആന്റോ പെരുമ്പള്ളി, സതീഷ് വിമലൻ തുടങ്ങിയവർ അവരുടെ പ്രതിഷേധം അറിയിച്ച് സംസാരിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ നടക്കുന്ന വിഷയങ്ങൾ വളരെ വിശദമായി എല്ലാവർക്കും അറിയാമല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭരണസ്തംഭനം എന്ന് പറഞ്ഞുകൊണ്ട് ഭരിക്കുന്ന പാർട്ടി തന്നെ അടിയന്തര കമ്മിറ്റി വിളിക്കുകയും ആ കമ്മിറ്റിയിൽ നിന്ന് അവർ തന്നെ 8 മെമ്പർമാർ വിട്ടുനിൽക്കുകയും പ്രസിഡന്റ് അടക്കമുള്ള 8 മെമ്പർമാർ വിട്ടുനിൽക്കുകയും 4 CPI മെമ്പർമാരും ഒരു കോൺഗ്രസ് മെമ്പർ എന്ന ഞാനും പങ്കെടുക്കുകയും സെക്രട്ടറിയുടെ വിശദീകരണം അതിനു മുന്നത്തെ മീറ്റിംഗിൽ ചോദിച്ചിരുന്നു. ആ വിശദീകരണം വായിക്കുകയും ആ വിശദീകരണത്തിൽ ഒരു തെറ്റും കാണാൻ കഴിയാതിരിക്കുകയും വളരെ വിശദമായി തന്നെ സെക്രട്ടറി കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തത് അംഗീകരിക്കുകയും ചെയ്തു. വളരെ തെറ്റായ നടപടികളാണ് ഈ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ നടക്കുന്നത്. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ സെക്രട്ടറിയെ TA, DA എന്നീ വിഷയങ്ങൾ സംബന്ധിച്ചാണ് ഇവിടെ വിഷയങ്ങൾ നടക്കുന്നത്. അല്ലാതെ ഭരണപരമായ ഒരു കാര്യങ്ങളുമല്ല. അത് നടക്കാത്തതിന്റെ പേരിൽ, അവർ പറയുന്നിടത്ത് ഒപ്പിടാത്തതിന്റെ പേരിലാണ് ഇവിടെ ഭരണസ്തംഭനം അവർ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു അംഗപരിമിതയായ ഭിന്നശേഷിക്കാരിയായ സെക്രട്ടറിയോട് അനീതിപൂർവമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് അവരുടെ
അവരെ പക്കൽ നിന്നും ഉണ്ടാകുന്നത്. കാരണം മീറ്റിങ്ങുകൾ വിളിക്കുകയും താഴെ മീറ്റിംഗ് കൂടാൻ സൗകര്യമുണ്ടായിട്ടും സെക്രട്ടറിയുടെ റൂമൊക്കെ ഇപ്പോൾ വളരെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ആ റൂമിൽ സൗകര്യമുണ്ടായിട്ടും മുകളിൽ മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിങ്ങിലേക്ക് ആ പാവപ്പെട്ട ഭിന്നശേഷിക്കാരിയായ സ്ത്രീ കയറി വരികയും ആ വീഡിയോ കയറി വരുന്നത് കണ്ടാൽ തന്നെ നമുക്ക് വളരെ വിഷമം തോന്നും. അവർ നിരങ്ങി കയറുകയും അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു വൃത്തിയില്ലാത്ത സ്ഥലത്തു കൂടെ നിരങ്ങി ഇറങ്ങുന്ന കാഴ്ച, കൈകൾ കുത്തി കാലുകൾ നിരങ്ങി ഇറങ്ങുന്ന കാഴ്ച നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ സ്ത്രീയോട് ഒരു ക്രൂരതയും കാണിക്കില്ല. അത്രയുമാണ് നമ്മുടെ വീഡിയോയുടെ വിഷമങ്ങൾ. അത് സഹിച്ചിട്ടും ഇവിടെ ഒന്നും പറയാതെ എല്ലാത്തിലും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് DA ഒപ്പിടാത്തതിന്റെ പേരിൽ വിമർശനങ്ങളുമായി അവർ പറയുന്ന സെക്രട്ടറിയെ ഇവിടെ വെക്കാൻ വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് മാറിപ്പോയ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഇവിടുത്തെ വീഡിയോ പാണ്ഡു സിന്ധുവിടെ ചാർജ് എടുക്കുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന ജിനീഷ് എന്ന സെക്രട്ടറിയെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങൾ കൊണ്ടുവരുന്നത്. കാരണം അവർ പറയുന്നിടത്ത് ഒപ്പിടുന്നവരെ മാത്രമേ, അത് പിണറായി സർക്കാർ മുതൽ ചെയ്യുന്ന മോളിൽ നിന്ന് താഴെ വരെ ചെയ്യുന്ന പ്രക്രിയയാണ്. അവർ പറയുന്നിടത്ത് ഒപ്പിടുക, അവർ പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രം ചെയ്യുന്നവരെ മാത്രമാണ് സംരക്ഷിക്കുക, അല്ലാത്തവരെയൊക്കെ തെറിപ്പിക്കും എന്നുള്ള ആ ഭീഷണിയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള സത്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് ഞങ്ങളെ എന്തായാലും ഈ ഒരു ഭിന്നശേഷിക്കാരിയായ വീഡിയോയോട് ഞങ്ങൾ കാരുണ്യം കാണിക്കും, അവരുടെ കൂടെ നിൽക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരിക്കലും ഒരു തരത്തിലും അഴിമതി നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് മാത്രം പറയുകയാണ് നിങ്ങളോട്. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന കേരളത്തിന് തന്നെ അപമാനകരമാണ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും പുറത്തു വരുന്ന ഈ വാർത്ത. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ അധികാരികൾ വേണ്ട വിധത്തിൽ നടപടിയെടുക്കുമെന്നും ഭിന്നശേഷി ഉദ്യോഗസ്ഥയ്ക്ക് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ക്യാമറമാൻ പ്യാർലാലിനൊപ്പം രഞ്ജിൽ രാജന്നാർ, മെട്രോ പോസ്റ്റ്.